നമസ്കാരം. കേരള കണക്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കും വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് കൺഫ്യൂഷനല്ലേ, അമ്മയ്ക്കും അച്ഛനും ഒക്കെ. അതായത് കുട്ടികളോട് എങ്ങനെ പെരുമാറണം, അവർക്ക് വിഷമമാവുന്നുണ്ടോ, അവരെ ശിക്ഷിക്കാമോ, അവർക്ക് സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് കുസൃതി തന്നെയാണോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ്. കാര്യം കുട്ടികൾക്കൊപ്പം പേരൻസും കൂടെ വളരുകയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും. കുഞ്ഞുങ്ങളുടെ മാനസികാരോഗ്യം, അതുപോലെ തന്നെ പഠന വൈകല്യങ്ങളും അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ. എന്തായാലും അതൊക്കെ നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മോടൊപ്പം ഇന്നുള്ള ഗസ്റ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയ ഡോക്ടർ അനു ബിജി ജോർജ് ആണ്. വെൽക്കം ടു ദി ഷോ മാം. ശരിക്കും ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ചോദിക്കേണ്ട കാര്യമാണ്, നമുക്കിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ ജെൻറ്റിൽ പാരൻറ്റിങ് എന്നുള്ളത്. പണ്ടൊക്കെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ ശരിക്കും എങ്ങനെയാ വെച്ചാൽ ചെറിയ കുസൃതി കാണിച്ചാൽ നല്ല അടി കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് വഴക്ക് പറയുക, ഇങ്ങനെ ഒരു രീതിയായിരുന്നു. പിന്നെ ഈ ഒരു ജനറേഷൻ ആയപ്പോഴാണ്, ശരിക്കും മില്ലേനിയൽസ് അമ്മയും അച്ഛനും ആയപ്പോഴാണ് ഈ ജെൻറ്റിൽ പാരൻറ്റിങ് എന്നൊരു തോട്ട് വന്നല്ല ഡിസ്കഷൻ ആയതും. ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അപ്പോൾ കുട്ടികളെ ഒന്നും വഴക്ക് പറയില്ല, ഒരു വേറൊരു രീതിയിലാണ് പേരൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്, ശരിക്കും അങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത്, അല്ലോ അത് പഴയ പോലെ നല്ല അടി കൊടുത്താണോ വളർത്തേണ്ടത്, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് കുട്ടികളെ വളർത്താൻ. അപ്പോൾ അതും ശരിക്കും കുട്ടികളുടെ മാനസികാരോഗ്യമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് അമ്മയും അച്ഛനും പെരുമാറുന്നത്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഉള്ള പേരൻസിനോട് എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? എങ്ങനെ കുട്ടികളെ ഇതുപോലെ തന്നെ നല്ലൊരു പേരൻ്റ് ആവാം? ഒരു പേരൻ്റ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആദ്യമേ തുടങ്ങേണ്ടത് ഒരു അമ്മയാവാൻ പോകുന്നതിന് മുമ്പ് തന്നെ ആ അമ്മ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആവണം. അതാണ് നമ്മൾ അവിടെ നിന്നാണ് കയറി വരുന്നത്. മെൻ്റലി പ്രിപ്പയർഡ് ആയെങ്കിൽ മാത്രമേ ഒരു കുട്ടിക്ക് വേണ്ടി അപ്പം നേരത്തെ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയം കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം. കാരണം ഇന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം 3 മാസം അത് കഴിയുമ്പം ഗ്രാൻഡ് പാരൻസിനെ ഏൽപ്പിച്ചിട്ട് പോകും. അങ്ങനെ വരുമ്പം കുട്ടികളിൽ അത് ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിന് വേണ്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അമ്മയുടെ സ്നേഹവും അമ്മയുടെ സാമീപ്യമാണ്. അപ്പോൾ ഒരു 1-1.5 വയസ്സ് വരെ എങ്കിലും അമ്മ ജോലിയിൽ നിന്ന് ലീവ് എടുത്തോ എങ്ങനെയെങ്കിലും അതിനൊരു ടൈം കണ്ടെത്തണം. അപ്പോൾ ആ കുഞ്ഞിൻ്റെ വളർന്നു കഴിയുമ്പം അമ്മയുടെ സാമീപ്യവും അമ്മയുടെ കെയറിങ്ങും ആ കൺസേണിൽ വളരുന്ന ഒരു കുട്ടിക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് കാണും. എന്തെങ്കിലും ഒരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അമ്മ കൂടെ ഉണ്ട്, അല്ലെ അച്ഛൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വരും. നമ്മൾ അതല്ലാതെ ഉള്ള കുഞ്ഞുങ്ങളെ രണ്ടും ഡിഫറെൻറ്റ് ഇതിലുണ്ട്. അല്ലാതെ നമ്മളിപ്പം ഒരു മെയ്ഡിൻ്റെ ഏൽപ്പിച്ചിട്ട് പോകുന്നു. കുഞ്ഞെപ്പോഴും ഇൻസെക്യൂറാണ്, അവരേത് രീതിയിലാണ് പെരുമാറുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, കുഞ്ഞ് ഉറങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കപ്സിറപ്പോ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക, പിന്നെ വഴക്ക് പറയുക. അപ്പോൾ അങ്ങനെ ഈ ഒച്ചത്തിലുള്ള സംസാരം കുട്ടിയിലേക്ക് കേൾക്കുമ്പം അവർക്ക് കുറച്ച് കഴിയുമ്പം ഒച്ചത്തിലുള്ള സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. എല്ലാത്തിനോടും ഒരു പേടിയും ഭയവും അവർക്കുണ്ടാകും. അപ്പോൾ ഞാൻ കണ്ട കുറേ കുട്ടികൾ അവർ ചിലപ്പം റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു 5-6 വയസ്സ് ആകുമ്പോഴായിരിക്കും. 5-6 വയസ്സാകുമ്പോൾ അതിന് ഒരു മുറിയിൽ നിന്ന് അപ്പുറത്തെ റൂമിലോട്ട് പോകാൻ പേടി, ഒച്ചത്തിലുള്ള ശബ്ദം കേൾക്കുമ്പോൾ പേടി, ഇങ്ങനെയെല്ലാം വരും. അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ച് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ഒന്നി മെയ്ഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ അമ്മാവിൻ്റെ കൂടെയോ അങ്ങനെയുള്ള വേറെ ആൾക്കാരുടെ കൂടെ ഉള്ള ഒരു ആ രീതിയിലായിരിക്കും അപ്ബ്രിങ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ഭയം ആ കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അതിനെപ്പോഴും ഈവൻ ഒരു റൂമിൽ പോയി ബാത്റൂമിൽ വരെ പോകണമെങ്കിൽ ഡോറ് തുറന്നിട്ടിട്ട് പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. കാരണം അവർക്ക് പേടിയാണ്, ഒറ്റയ്ക്ക് ഇരിക്കാൻ എല്ലാത്തിനോടും പേടിയാണ്. ഇപ്പം നമ്മൾ എപ്പോഴും ഒരു അമ്മ ഒരു 1.5 വയസ്സ് വരെയെങ്കിലും ആ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുകയും അതിനോട് കൂടുതൽ അടുത്ത് പെരുമാറുമ്പം അതിന് തന്നെ കുഞ്ഞിന് മനസ്സിലാകും അമ്മ ഇതാണ്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്തു, ഞാൻ ഒരിക്കലും ഒരു തെറ്റ് ചെയ്ത വഴക്ക് പറയില്ലെന്ന് പറയത്തില്ല. പക്ഷെ ആ കുഞ്ഞിന് ഒരു അമ്മ വഴക്ക് പറഞ്ഞാൽ എന്തുകൊണ്ട് ആണ് അമ്മ വഴക്ക് പറയുന്നത് എന്നുള്ള റീസൺ. ഇപ്പം നേരത്തെ പറഞ്ഞു പണ്ട് അടിച്ചു വളർത്തും, അന്ന് അടിച്ചു വളർത്തിയപ്പം അടി കൊണ്ടപ്പോൾ റീസൺ അറിയില്ല, അടിച്ചു, പിള്ളേരൊരു മൂല പോയിരുന്ന് കരഞ്ഞു. പക്ഷെ ഇന്നത്തെ ജനറേഷൻ്റെ അകത്ത് അത് നടക്കില്ല. ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് അവരെല്ലാം ഒരു കുഞ്ഞു കാര്യം കിട്ടിയാൽ യൂട്യൂബ് എടുത്ത് വെച്ച് ഗൂഗിളിൽ നോക്കും.
എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ ബിഹേവ് ചെയ്തു, അല്ലെ എന്താണ്, മനസ്സിലായോ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ടെക്നോളജിക്കലി അത്ര മുമ്പോട്ട് നിൽക്കുന്ന ഒരു AI ഈ ഒരു ഇതിലാണ് ഇന്നത്തെ കുഞ്ഞുങ്ങൾ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ ജനറേഷനോടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തിട്ട് അടിക്കുകയല്ല ചെയ്യേണ്ടത്. അടിക്കും തോറും കുട്ടികൾ എന്ത് ചെയ്യും? പാരൻസിൽ നിന്ന് അകന്നു പോകും, അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങളെ കള്ളം പഠിപ്പിക്കുന്നതാരാ? പാരൻസാണ്. അതെ, ആണല്ലോ. നമ്മൾ എടുത്തു നോക്കിയാൽ എത്ര ഒരു മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും എന്നുള്ള ഒരു പേടിയാണ് ആ കുട്ടിയെ കൊണ്ട് കള്ളം ചെയ്യാനും പറയാനും പ്രേരിപ്പിക്കുന്നത്. അപ്പം നമ്മളൊരു കുഞ്ഞ് ജനിക്കുമ്പം ആ കുഞ്ഞിന് എത്ര കഴിവുണ്ട്, ആ കുഞ്ഞിനെ കൊണ്ട് എത്ര കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ളത് ആദ്യം ഒരു പേരൻ്റ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്ത വരുമ്പോഴാണ് എന്നിൽ നടക്കാത്ത ആഗ്രഹം എൻ്റെ കുട്ടിയിൽ എനിക്ക് നിവൃത്തീകരിക്കണം. മനസ്സിലായില്ലേ? എനിക്കന്ന് പഠിക്കാനായിട്ടുള്ള സാഹചര്യമില്ലായിരുന്നു, എനിക്കിപ്പം സാഹചര്യമുണ്ട്. ആ സാഹചര്യം ഉണ്ട് എൻ്റെ മകനെ എൻജിനീയർ ആക്കണം, ഡോക്ടർ ആക്കണം. നമ്മൾ ഒരിക്കൽ പോലും ആ കുഞ്ഞിൻ്റെ കാലിബർ നോക്കുന്നില്ല, അത് പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കുന്നില്ല. അപ്പം കുറേ കാര്യങ്ങൾ ഒരു കുട്ടി നമ്മൾ ഭൂമിയിൽ വരുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് എന്താണ്, അതിൻ്റെ കഴിവ് എന്താണ്, എത്ര അതിന് പഠിക്കാൻ പറ്റും, ഏത് രീതിയിലേക്ക് അത് തിരിച്ചു വിടണം എന്നുള്ളത് ഒരു പാരൻ്റ് മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ ഇന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ പാരൻസിന് സമയമില്ലാത്തതുകൊണ്ട് അയൽവക്കത്തെ കുട്ടി എന്തിനു പഠിക്കാൻ പോകുന്നു, ഈ കുട്ടിയെ അതിനേക്ക് പഠിക്കാൻ വിടുന്നു. അപ്പോൾ എന്താണ് ആ കുട്ടി എന്തെങ്കിലും ചെയ്തത് അതിന് നല്ലത് ചെയ്തു, ഇവനത് ചെയ്തത് ഇവരുടെ പാരൻസിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടി കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അടിക്കണ്ട എന്നല്ല, ഒരടി അതത്രയ്ക്കുമാണെങ്കിൽ വളരെ ജെൻറ്റിലായിട്ടുള്ളൊരിത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനോ മോളോ നീ ഇത് ചെയ്തത് കൊണ്ടുള്ള പണിഷ്മെൻറ്റാണ് ഒന്ന്. രണ്ട്, നമുക്ക് അടിയില്ലാതും ഉൾക്കൊള്ളുന്ന കുട്ടികളുണ്ട്. കുറച്ച് നേരം നമ്മൾ പണിഷ്മെൻ്റായിട്ട് ഞാനിപ്പോൾ ചില കുട്ടികളോട് പറയും, പാരൻസിനോട് പറയും, അവരോട് മിണ്ടാതെ ഒരു സ്പോട്ടിൽ 5 മിനിറ്റ്സോ 10 മിനിറ്റ്സോ അവിടെ നിൽക്കുക, അടിയില്ല. അതാണ് പണിഷ്മെൻറ്റ്. അപ്പം ആ 10 മിനിറ്റ്സ് എന്തുകൊണ്ട് എന്നെ ഇവിടെ നിർത്തി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ ആ സ്കൂളിൽ പോലും ഇപ്പം കമ്പം ഒന്നുമില്ല, സ്റ്റിക്കെല്ലാം ഒഴിവാക്കിയ ഒരു കാലമാണ്. അപ്പോൾ എന്തിനാണ് പണിഷ് ചെയ്തത്, അതിലെ തെറ്റെന്താണെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കിയ ഇന്നത്തെ കുട്ടികൾക്ക് അത് മനസ്സിലാക്കി തിരുത്തിക്കൊണ്ട് വരാനുള്ള കഴിവുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറണം. കുട്ടികൾ നമ്മളുടെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലേക്ക് അവരൊരു ഹ്യൂമൻ ബീയിങ് ആണ്, അവർക്കും വേദനയുണ്ട്, വികാരങ്ങളുണ്ട്. പക്ഷേ നമ്മളുടെ പാരൻസിന് അതോറിറ്റേറ്റീവ് പവറുണ്ട്, അവർക്ക് പവറില്ല. പവറില്ലാത്തത് കൊണ്ട് നമ്മൾ പവറില്ലാത്തൊരു വ്യക്തിയെ അടിച്ച് താക്കുന്നത് ശരിയാണോ? അല്ല. അവരുടെ വികാരങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം. ഞാൻ എല്ലാ പാരൻസിനോട് പറയും, നിങ്ങളൊരു സിനിമയ്ക്ക് പോകുന്നു, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ പ്ലാൻ മാത്രമല്ല, ഇപ്പം നിങ്ങൾ ആ കുട്ടിയെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ അഭിപ്രായങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കൺസിഡർ ചെയ്യുമ്പം അവർക്കും എന്താണ്, അവരെ അംഗീകരിക്കുന്നു, നമ്മൾ അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവരോരോ കാര്യങ്ങളും തുറന്നു പറയും. ഈ അടിച്ച് നമ്മൾ സപ്രസ് ചെയ്യുമ്പം പിള്ളേർ ഒന്നും പറയാതെ തെറ്റിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പോൾ ഒരു മ്യൂച്വലായിട്ടുള്ള രീതി വേണം പോകാനായിട്ട്. ഒരു കുട്ടി എങ്ങനെയാണ് അത് ഏത് രീതിയിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു ബേസ് ചെയ്ത് വേണം നമ്മളിത് ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ദീപ അയച്ചിരിക്കുന്ന ഒരു മെസ്സേജാണ്. ദീപ ചോദിക്കുന്ന ഇപ്പം മാം പറയുന്നത് കേട്ടിട്ട് തന്നെയായിരിക്കും. അതായത് ഇപ്പോൾ 1.5 വയസ്സ് വരെ കുഞ്ഞുമായിട്ട് വേണമെന്ന്. അപ്പോൾ വർക്കിംഗ് ആണ്. ഇപ്പം ദീപയുടെ കുഞ്ഞ് 5 months ആയി. അപ്പോൾ 6 മാസം അല്ലെങ്കിൽ മാക്സിമം 8 months കഴിയുമ്പോഴേക്കും ജോലിക്ക് തിരിച്ച് പോകണം, വർക്കിംഗ് ആയതുകൊണ്ട്. ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് റിസൈൻ ചെയ്യാനും ഉള്ളൊരു നിവൃത്തിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ 1.5 വയസ്സ് വരെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കെയർ നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം 6 months വരെ മെറ്റേണിറ്റി ലീവ് കിട്ടും. അതെ. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം രാവിലെ ജോലിക്ക് പോയാലും
വൈകുന്നേരം വീട്ടിൽ വരുമല്ലോ. അതെ അതെ. ആ ബാക്കിയുള്ള ടൈം ആ കുഞ്ഞിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യണം. മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ വരുമ്പം ആ ഒരു രാവിലെ പാരൻസോ ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലും നോക്കിയാൽ വൈകുന്നേരം വന്നിട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ടൈമുണ്ട്. അത്രയും ടൈം ആ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനും തുടങ്ങിയാൽ, ഈ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, അവർ സംസാരിക്കാനായിട്ട് വളരെ ലേറ്റ് ആവുന്നു. കാരണം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിലാരും ഇല്ല സംസാരിക്കാൻ. മനസ്സിലായില്ലേ? എല്ലാവരും ബിസിയാണ്. സോ കുഞ്ഞിന് പാല് കൊടുക്കുന്നു, അത് ഉറങ്ങുന്നു, എഴുന്നേക്കുന്നു, ഡയപ്പർ മാറ്റുന്നു, ഇങ്ങനെ ഇത് ചെയ്യുന്നു. പക്ഷെ നമ്മളെ കുഞ്ഞുങ്ങളുമായിട്ട് ഉള്ള സമയം ഇൻട്രാക്ട് ചെയ്ത് അപ്പം നമ്മളുടെ ഓരോ മൂമെൻറ്റ്സും ഇമോഷൻസും എല്ലാം അവർക്കും മനസ്സിലാവും, നമുക്കും മനസ്സിലാവും. അങ്ങനെ ഒരു ഹെൽത്തി ഒരു റിലേഷൻ ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കിയാൽ കുറേ കൂടെ വ്യത്യാസം വരും. ഈ നമ്മൾ കുട്ടികളിൽ ഇപ്പോൾ സംസാരം ലേറ്റ് ആകുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഏജിൽ നമുക്ക് അറിയാൻ പറ്റുമെന്ന് പറയും, അതായത് ഇന്ന ഏജിൽ ഇത്ര സംസാരിക്കണം എന്നൊക്കെ. അത് എപ്പോഴാണ് നമ്മളിപ്പോൾ എന്തെങ്കിലും ലേറ്റ് ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴായിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു ടൈം? ഒരു സാധാരണ ഒരു കുഞ്ഞുങ്ങൾ 1 വയസ്സൊക്കെ കഴിയുമ്പോൾ പയ്യെ ഒരു അമ്മ എന്നൊക്കെ വിളിക്കും. 2 വയസ്സായിട്ടും ഒന്നും പറയാതെ വരുമ്പം നമ്മൾ നോക്കണം എന്തുകൊണ്ടാണ് പറയാത്തത്. ഈ വീട്ടിൽ ആ കുഞ്ഞുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഇല്ലാത്തത് കൊണ്ടാണോ, കുഞ്ഞിൻ്റെ എന്തെങ്കിലും വേറെ പ്രോബ്ലംസ് ആണോ? എന്ത് തന്നെയാണെങ്കിലും ഏർലി സ്റ്റേജിലാണെങ്കിൽ നമുക്കത് ട്രീറ്റ് ചെയ്ത് സ്പീച്ച് തെറാപ്പി കൊടുത്ത് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാം. അങ്ങനത്തെ ഞാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇൻട്രാക്ഷൻ കൂടും തോറും കുട്ടികൾ ഏർലി സംസാരിക്കും. കാരണം അവരെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ അച്ഛ ഇങ്ങനെ ഓരോ കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു വേർഡ്സുകളൊക്കെ പറയുമ്പോൾ അവരും അത് മനസ്സിലാക്കി അതിനനുസരിച്ച് അവരും പറയാനായിട്ട് അവരും ശ്രമിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരും ഇല്ലാത്തൊരിടത്ത് കൊണ്ട് കിടത്തുന്നു, അത് ഉറങ്ങുന്നു, എഴുന്നേക്കുന്നു, പാല് കൊടുക്കുന്നു, പിന്നെ ഉറങ്ങുന്നു, ഇങ്ങനത്തെ ഒരു വരുമ്പം ഇൻട്രാക്ഷൻ കുറയുമ്പോൾ അത് പിള്ളേരിലെ എല്ലാ രീതിയിലും, അത് മെൻ്റലി ആണെങ്കിലും എല്ലാ രീതിയിലും അത് എഫക്റ്റ് ചെയ്യും. ശരിക്കും ഈ പറയുന്ന പോലെ നമ്മുടെ ഇപ്പോൾ ഈ സ്പീച്ചിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മറ്റൊരു അതിലൊക്കെ നമുക്ക് തിരിച്ചു വരാം. നമുക്കൊരു കോളറുണ്ട്. ഹലോ ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ധാരാണ്? എൻ്റെ പേര് പാർവതി എന്നാണ്. ഓക്കെ പാർവതി, എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ ചിതറയിൽ നിന്നാണ് വിളിക്കുന്നത്, കൊല്ലം ചിതറ. ഓക്കെ പാർവതി, ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഓക്കെ, ഞാൻ എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വിളിക്കുന്നത്. എൻ്റെ ബ്രദറിന് 8th സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് സ്കൂളിൽ മീൻസ് പനി വന്നതിന് ശേഷം എൻ്റെ ബ്രദറിന് ഈ ചെറിയൊരു ഫിറ്റ്സ് പോലെ വന്നായിരുന്നു. അതായത് പനി വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ഫിറ്റ്സ് പോലെ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ 1 ഇയർ ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് ട്രീറ്റ്മെന്റ് ഡോക്ടറെ ഒക്കെ കാണിച്ചു, മെഡിസിൻ ഒക്കെ എടുത്തു. പിന്നെ ഡോക്ടർ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തു. 9th സ്റ്റാൻഡേർഡ് പകുതി ആയപ്പോഴും ഇതുപോലെ പനി വന്ന സമയത്ത് വീണ്ടും ഫിറ്റ്സ് വന്നായിരുന്നു. അപ്പൊ അന്നേരം അവര് ലെവിപിൽ 250 എന്ന് പറയുന്ന ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആദ്യം 500 ആണ് കൊടുത്തത്. 500 കൊടുത്തിരുന്ന സമയത്ത് ആള് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം ആൾക്ക് ഇങ്ങനെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്, ഓർമ്മക്കുറവ്, പിന്നെ ഈ ഉറക്കം, ക്ഷീണം, ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ചടഞ്ഞുകൂടി ഒരു ഇരിക്കലൊക്കെ ആയിരുന്നു. അന്നേരം നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു. അപ്പൊ ഡോക്ടർ ഈ ലെവിപിൽ 500 എന്നുള്ളത് മാറ്റി 250 ആക്കി. എന്നിട്ടും അതിനുശേഷം പിന്നെ കുറെ നാൾ ഈ മെഡിസിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അറ്റ്ലാസ്റ്റ് ഇപ്പം 10th ആയ സമയത്ത് ഇപ്പൊ ആള് 10th കഴിഞ്ഞു, എക്സാം എഴുതിയിട്ട് നിൽക്കുകയാണ്. പക്ഷെ അവനെ ഈ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവന് ഓർമ്മ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, പഠിക്കുന്ന കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. വീട്ടിൽ ഇരുന്ന് പഠിക്കും, എഴുതിയൊക്കെ പഠിക്കുന്നുണ്ട്, പഠിക്കാൻ ഇഷ്ടവുമാണ് ആൾക്ക്. എഴുതിയൊക്കെ പഠിച്ചാലും പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഇതങ്ങ് മറന്നു പോകുന്നുണ്ട്. അപ്പം മെഡിസിൻ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇതുകൊണ്ടാണോ എന്നുള്ളത് അറിയാൻ വേണ്ടി മെഡിസിൻ ഞങ്ങൾ ഡോക്ടറോട് ചോദിക്കാതെ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തായിരുന്നു. അന്നേരം അവന് വീണ്ടും ഫിറ്റ്സ് വന്നു.
അപ്പൊ ഈ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് ആൾക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റാത്തയാണോ, ഓർമ്മക്കുറവ് വരുന്നതാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ഫിറ്റ്സ് വന്നാൽ ഇങ്ങനെയൊക്കെ പ്രോബ്ലം വരും. ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനൊക്കെ ആൾ ഓക്കെയാണ്. ബാക്കി അവന്റെ കാര്യങ്ങൾ നോക്കുന്നതായാലും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചു വിട്ടാലും ഒക്കെ അവള് നന്നായിട്ട് ചെയ്യും. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷെ ഈ ഓർമ്മയ്ക്ക് ഈ പഠിക്കുന്ന കാര്യത്തില് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. 8ാം ക്ലാസ് വരെ ഇവന് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു, നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എബോവ് ആവറേജ് സ്റ്റുഡന്റും ആണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര നമുക്ക് ഇപ്പൊ ഈ 10ാം ക്ലാസ് ജയിക്കുമെന്ന് തന്നെ ഞങ്ങൾക്കൊരു സംശയമായിട്ട് ഇരിക്കുവാണ് ബ്രദറിന്റെ കാര്യത്തില്. ആദ്യം നിങ്ങളുടെ ഒരു ആങ്സൈറ്റി അതാദ്യം മാറ്റുക. കാരണം ആ മോനിലെ പ്രയാസം, ഇപ്പം ആരും അസുഖം എന്ന് പറയുന്നത് നമ്മൾ ആരും പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്നതല്ല. അപ്പോൾ അങ്ങനെ ഒരു ഫിറ്റ്സ് വരുന്ന ഒരു കുട്ടി അതിനെന്തെങ്കിലും തക്കതായ റീസൺ ഉള്ളത് കൊണ്ടാണ് ഫിറ്റ്സ് വരുന്നത്. അപ്പോൾ ഫിറ്റ്സ് വരുന്ന ഒരു കുഞ്ഞിന് മരുന്ന് കൊടുക്കാതെ പറ്റത്തില്ല. അത് സൈക്യാട്രിസ്റ്റുമാരാണത് നോക്കുന്നതും ചെയ്യുന്നതും ഒക്കെ. പക്ഷേ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിന് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പഠിക്കുന്നതിലാണ് പ്രയാസം എന്നുണ്ടെങ്കിൽ അവന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം. പഠന വൈകല്യമുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പഠിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് ചേഞ്ചസ് വരുത്തണം. നമ്മൾ എഴുതി പഠിപ്പിക്കണം, നമ്മൾ വായിച്ചു കൊടുത്ത് 1 സെക്കൻഡ് ഞാൻ പറഞ്ഞു. CDC-യിൽ കൊണ്ടുപോയി ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അവർ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. IQ-വും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നോർമലായ സ്ഥിതിക്ക് നമ്മളൊരു മരുന്ന് അതിന്റെ സൈഡ് ഇഫക്ട്സ് പലതും കാണും. എനിക്കിപ്പോൾ അതിന് പറയാൻ പറ്റില്ല, അത് സൈക്യാട്രിസ്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ സൈഡ് ഇഫക്ട്സ് കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ ചിലപ്പോൾ മറവി വരുന്നത്. 1, 2 നമ്മൾക്ക് ടെൻഷൻ കൂടിയാലും മറവി വരും. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓവറായിട്ടുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കിട്ടുന്ന മാർക്ക് മതി. ആ ഒരു കുഞ്ഞിന് പറ്റുന്നത് വെച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ആ കുട്ടിയിൽ നമ്മൾ കമ്പല് ചെയ്യുമ്പം ആ കുഞ്ഞിന് സ്ട്രെസ്സാണ്. അപ്പോൾ അത്രയും പഠിക്കാൻ ആ കുഞ്ഞിന് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്ലോ ലേണറായിരിക്കാം. അപ്പോൾ നമ്മൾ ആ രീതിയിൽ പഠിപ്പിച്ചിട്ട് എഴുതി പഠിപ്പിച്ച് കിട്ടുന്ന മാർക്ക് മതി എന്നത് അക്സെപ്റ്റ് ചെയ്യുന്നു, ആ കുഞ്ഞിന് സ്ട്രെസ്സ് കുറയുമ്പോഴത്തേക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കുറച്ചും കൂടെ പഠിക്കാനായിട്ട് പറ്റുകയും ചെയ്യും, പഠിക്കുന്നത് കുറച്ചും കൂടെ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ഇപ്പം നമുക്കാണെങ്കിലും ഒരു സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടിയാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പെർഫെക്ഷൻ വരത്തില്ല, ശരിയല്ലേ? അപ്പം അതുപോലെയാണ് നമ്മളിപ്പം അവന് എത്ര മാർക്ക് കിട്ടിക്കോട്ടെ, അവൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിട്ടല്ല ആ കുട്ടിയെ സ്നേഹിക്കേണ്ടത്. അതാണ് ആദ്യം വേണ്ടിയത്. ആ മാർക്ക് കുറഞ്ഞാലും കൂടിയാലും നിങ്ങളുടെ അവനോടുള്ള അപ്രോച്ചും സ്നേഹവും കരുതലും എല്ലാം ഒരേപോലെ ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടെ നമുക്ക് ആ കുട്ടിയെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായി? അതിനൊരു നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. കാരണം കുട്ടിക്ക് മാത്രമല്ല പാരൻസിന് തന്നെ, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കൂടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന വ്യക്തി ആരാണോ അവർക്ക് നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കുട്ടികളോട് അപ്രോച്ച് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ വരുമ്പം അവരും ഫ്രീ ആവും, പാരൻസും ഫ്രീ ആവും, എക്സ്പെക്റ്റേഷൻ കുറയുമ്പോഴത്തേക്ക് സ്ട്രെസ്സും കുറയും, നിങ്ങളുടെയും സ്ട്രെസ്സ് കുറയും, കുട്ടിയുടെയും സ്ട്രെസ്സ് കുറയും, കുറേ കൂടെ ബെറ്റർ പെർഫോം ചെയ്യാൻ പറ്റും, ബെറ്റർ റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ ശരി. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. സോ യെസ്, നേരത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജെൻസി കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൽഫയായി ബീറ്റയായി അല്ലേ? ജെൻ ആൽഫ നോക്കുകയാണെങ്കിൽ അവർ ജനിച്ചു വീണ മൊബൈലിലോട്ടാണ്, ബീറ്റ ആണെങ്കിൽ ഇപ്പോൾ എയിലോട്ടാണ് വീണിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ ചേഞ്ചസ് വളർച്ചയിലുണ്ടാവും. അപ്പം ഇപ്പം നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും ന്യൂ ജനറേഷനെ പറ്റി ഇപ്പോൾ ഒന്നും സംസാരിക്കാനില്ല, അതിന് ശേഷമേ ഉള്ളൂ. അപ്പോൾ ഈ ജെൻ ആൽഫ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൊബൈലിലാണ് കൂടുതലും യൂസ് ചെയ്ത് ഒക്കെ വളരുന്നത്. അപ്പം റീസെൻ്റ്ലി കേട്ടൊരു കാര്യമാണെങ്കിൽ നമ്മൾ മൊബൈൽ ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് റിലേറ്റഡ് ഓട്ടിസം കുട്ടികൾക്ക് വരുന്നു എന്നുള്ള പല വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്താണ് മാം അങ്ങനെ ഒരു പ്രവണത? ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു, അമ്മയ്ക്ക് 5 മാസമേ ഉള്ളൂ കൂടെ ഇരിക്കാൻ ടൈം, അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ജോലിക്ക് പോകണം.
അമ്മയ്ക്ക് ചിലപ്പോൾ വീട്ടിൽ വേറെ ആരും സഹായിക്കാനില്ല എന്നുണ്ടെങ്കിൽ അമ്മ എന്തിലേക്ക് ആണിക്കും കിച്ചണിലെ വർക്കും കാര്യങ്ങളും ആ വീട് മുമ്പോട്ട് കൊണ്ടുപോകണം. കുട്ടിയുടെ കൂടെ ആരും സ്പെൻഡ് ചെയ്യും, ആരുമില്ല. കുട്ടിക്ക് എന്താ ആദ്യം കൊടുക്കുന്നത്? നമുക്ക് അതിലോട്ട് തിരിച്ചു വരാം. ഒരു കോൾ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, കേരള കണക്റ്റിലേക്ക് സ്വാഗതം. ധാരാണ്? ഞാൻ തിരുമലന്നാണേ. ആ, പേരെന്താണ്? എന്റെ പേര് സ്വപ്ന. സ്വപ്ന സംസാരിച്ചോളൂ ഡോക്ടറിനോട്. ആ പറഞ്ഞോളൂ. ഹലോ ഡോക്ടറെ, ഞാൻ എന്റെ മോളുടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിക്കാനേ. മോക്ക് 10 വയസ്സായേ. അപ്പൊ മോള് പഠിക്കാൻ ഭയങ്കര മടിയാണ്. ബാക്കി ആളെ ഭയങ്കര ആക്റ്റീവാണ്, ഇതൊക്കെയാണ്. പക്ഷെ ഒരു കൊച്ചിനൊക്കെ പഠിപ്പിച്ചെടുക്കാൻ തന്നെ നല്ല പാടാണ്. പക്ഷെ പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ചോദിച്ചാലും അത് പറയും. എത്ര ഉറക്കത്തിൽ ചോദിച്ചാലും പറയും. അപ്പം ഇത് എന്നുവെച്ചാൽ പഠിക്കാൻ ഭയങ്കര മടി, ടേബിള് പഠിക്കാൻ മടി, പഠനത്തിൽ ഒട്ടും താല്പര്യമില്ല. ഇങ്ങനെ കളിച്ചോണ്ട് നടക്കാണ്. അപ്പം ആ ഒരു സ്റ്റേജിന് മാറുമോ? അത് ഞങ്ങൾ ആരെയും കാണിക്കേണ്ടതുണ്ട്. ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് എന്താണ് കുട്ടിക്ക് ഇപ്പം ബാക്കി എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നു, നല്ല ആക്റ്റീവാണ്. പക്ഷെ പഠിച്ചെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വരുന്ന കുഞ്ഞിന് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ? പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നു പോകുമോ? അതോ ഒരു 5 മിനിറ്റ് കൂടുതൽ അല്ലെ 10 മിനിറ്റ് കൂടുതൽ അറ്റ് സ്ട്രെച്ചിൽ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റുന്നില്ലയോ എന്നുള്ളതെല്ലാം നോക്കണം. നോക്കി മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്നു പറഞ്ഞ് ബുക്ക് കൊടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് ആ ഒരു ക്വസ്റ്റ്യനും വെച്ച് 1 മണിക്കൂർ വേണേലും ഇരിക്കും. പക്ഷേ നമ്മൾ ഒരാൾ കൂടെ ഇരുന്ന് വായിച്ചു കൊടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുമ്പം അങ്ങനെ പഠിക്കുന്ന കാര്യം എത്ര നാൾ കഴിഞ്ഞാലും അവരുടെ തലയിൽ ഇരിക്കും. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഡോക്ടറെ. അങ്ങനെ ഇരുന്ന് പഠിപ്പിക്കണം. അപ്പൊ അതിന്റെ അർത്ഥം മനസ്സിലായെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആ കുട്ടിയിൽ നിന്ന് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. ഒത്തിരി മറ്റുള്ള കുട്ടികൾക്ക് കിട്ടുന്ന അത്രയും മാർക്ക് വേണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ല. ആ കുട്ടി ഇപ്പം ഒരു കുഞ്ഞിന് ഒരു കണ്ണിന് കാഴ്ച കുറവാണ്. അപ്പോൾ ആ കാഴ്ച കുറവാണെങ്കിൽ അത് വെച്ചിട്ടല്ലേ ഒരു സാധനം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് പുറമേ നോക്കുമ്പോൾ ആ കുഞ്ഞിന് കാഴ്ച കുറവുണ്ടെന്നുള്ള നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിനോട് നമ്മൾ എന്തായിരിക്കും കുറേ ഫേവറായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യും, അതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഈ ലേണിംഗ് ഡിസബിലിറ്റി നമ്മുടെ ബ്രെയിനിലുള്ള ഇതായത് കൊണ്ട് നമുക്ക് ആർക്കും അത് പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ വിചാരിക്കും കുസൃതിയാണ്, പഠിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് വിചാരിക്കും. പക്ഷെ അതല്ല, അവർക്ക് പഠിക്കുന്നത് പ്രയാസമുള്ളപ്പം നമ്മൾ എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കി അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചിലൊന്നും അവരിയ്ക്കില്ല. ചിലപ്പോൾ 10 മിനിറ്റ് ഇരിക്കാൻ പറ്റുള്ളായിരിക്കും. ആ 10 മിനിറ്റ് പഠിപ്പിക്കുക, പിന്നെ ഒരു ബ്രേക്ക് കൊടുക്കുക, അടുത്ത 10 മിനിറ്റ് കഴിഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്ത് പഠിപ്പിച്ച് കഴിയുമ്പം കുറേ കൂടെ ഇമ്പ്രൂവ് ചെയ്യും. അത് മാറി വരും. പഠിപ്പിക്കേണ്ട രീതി അനുസരിച്ചിട്ട് അത് മാറി വരും. അത് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളും അത് ആദ്യം മനസ്സിലാക്കണം എങ്ങനെ ഇത് ചെയ്യണം. അപ്പം അങ്ങനെ വരുമ്പോൾ അത് മാറി വരും. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പോൾ നമ്മുടെ നേരത്തെ ചോദ്യത്തിലോട്ട് തിരിച്ചു വരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ യൂസ് ചെയ്ത് ഓട്ടിസം കുട്ടികൾക്ക് വരുന്നതിനെ പറ്റി നമുക്ക്. ഓട്ടിസം അല്ല, അതും രോഗമായിട്ട് വരും. മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അമ്മയ്ക്ക് ജോലിക്ക് പോകണം അല്ലെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നോക്കാൻ ആരുമില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കയ്യിൽ മൊബൈൽ കൊടുക്കുകയാണ്. അതെ, ആ മൊബൈല് ഒരു കുഞ്ഞിന് സന്തോഷം കിട്ടുന്ന, പണ്ടൊക്കെ എന്താണ് ഒരു കളിപ്പാട്ടം കിട്ടും അല്ലേ, ആ കുട്ടി അതും വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ കുറേ കഴിയുമ്പോൾ അതിന് അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാവും. പക്ഷേ ഈ മൊബൈൽ എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ വരുമ്പം നമ്മൾ അതിലേക്ക് അങ്ങ് അഡിക്റ്റ് ആകും. അപ്പം നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും വേണ്ടി എന്താണ് സന്തോഷം? എനിക്ക് സന്തോഷം, ശില്പിക്കും സന്തോഷമാണ് വേണ്ടി. അപ്പോൾ സന്തോഷം കിട്ടുന്ന കാര്യത്തിലേക്കല്ലേ നമ്മളെല്ലാവരും പോവുള്ളൂ. അതെ അല്ലേ? ഒരു പിന്നെ ബഹളം ഉണ്ടാക്കുന്ന ഒരിടത്തേക്ക് നമ്മൾ പോകാൻ ആഗ്രഹിക്കുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കുഞ്ഞിന് ചെറുതിലേ ഇതാണ് കൊടുത്ത് പഠിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷ രീതി ഇതാകുമ്പം അത് പിന്നെയും അതിലേക്കാണ് നോക്കുന്നത്.
അതേ കണക്ക് കുട്ടികൾ ആദ്യമേ നമ്മൾ എന്തെങ്കിലും ബിൽഡിംഗ് ബ്ലോക്സ് ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്ത് അങ്ങനെ പഠിപ്പിക്കുവാണെങ്കിൽ ഇത്രയും പ്രശ്നം വരുന്നില്ല. ഇല്ല. അപ്പോൾ അവർക്ക് വേറെയും സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പം നമ്മളൊരു മൊബൈൽ ശരി ഒരു അരമണിക്കൂർ കൊടുത്തു, അത് എന്തെങ്കിലും കാർട്ടൂൺ കണ്ടോട്ടെ, നമ്മൾ ഒരിക്കലും കൊടുക്കൂല എന്നൊന്നും പറയില്ല. അതെല്ലാം ടൈം ലിമിറ്റ് ചെയ്യണം. ഇപ്പം ടി വി കാണാം, ഞാൻ അവിടെ എന്നെ വരുന്ന കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾക്ക് ഇത്ര മണിക്കൂർ ടി വി കാണാം, ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം നിങ്ങൾക്ക് ബിഫോർ സ്റ്റഡീസ് ഒരു 15 മിനിറ്റ്സ് കൊടുക്കും, അത് കഴിയുമ്പോഴത്തേക്ക് ഒരു 15 മിനിറ്റ്സ് കൊടുക്കും. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻസ് വാട്സപ്പ് വന്നിട്ടുണ്ടോ ഇതുണ്ട്, അതിനപ്പുറം ഇത് ഇല്ല. അപ്പോൾ അവർക്ക് മൊബൈൽ ആ സമയം കിട്ടുന്നതിൻ്റെ ഇടയിൽ അത് നോക്കും, അവർ യൂട്യൂബ് റീൽസ് നോക്കും, എല്ലാം നോക്കും, ആയിക്കോട്ടെ. പക്ഷെ അതിനൊരു ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എനിക്ക് എൻ്റെ ഫ്രീഡം കിട്ടുന്നുണ്ടെന്ന് വരുമ്പം അവർ കട്ടും പാത്തും ഇതിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ പിള്ളേർക്ക് മൊബൈൽ രാത്രി കൊടുക്കാൻ പറയത്തില്ല. ആഫ്റ്റർ 10 കഴിഞ്ഞാൽ മൊബൈൽ മേടിച്ച് വെക്കുക. പിന്നെ അവർക്ക് വേണ്ടി സ്ലീപ്പാണ്. കറക്റ്റ് ഒരു സ്ലീപ്പ് കിട്ടിയെങ്കിൽ മാത്രമേ ബ്രെയിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിറ്റേ ദിവസം സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് എല്ലാ ഗാഡ്ഗറ്റ്സും കൊടുക്കാം. അതെ, എല്ലാ ഗാഡ്ഗറ്റ്സും കൊടുക്കാം, ലിമിറ്റഡ് ആയിരിക്കണം. അവർക്ക് ഇൻഡോർ ഗെയിംസ് ഉണ്ട്, ഔട്ട്ഡോർ ഗെയിംസ് ഉണ്ട്, ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ എല്ലാം സ്പ്ലിറ്റ് ആക്കുക. ഇപ്പം എന്നും ഒരു കറി തന്നെ തന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുവോ? ഇല്ല. പല വെറൈറ്റി നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മളൊരു ഹോട്ടലിൽ പോയാലും പല നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പോൾ പിള്ളേർക്ക് വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കോ അല്ലെങ്കിൽ ബ്ലോഗ്സ് ഉണ്ടാക്കുക ഉള്ളതോ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അവരതിൽ കൂടെ സന്തോഷം കണ്ടെത്താൻ പഠിക്കും. അപ്പം നമ്മളെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. മൊബൈൽ കൊടുക്കില്ലേ എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മൊബൈലിനെ ലിമിറ്റ് ചെയ്യാൻ പാരൻസ് ആദ്യം പഠിക്കണം. അല്ലാതെ ആദ്യമേ കൊച്ചിൻ്റെ കയ്യിൽ 1.5 മണിക്കൂർ കൊടുക്കും. അമ്മ അടുക്കളയിലെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോൾ കൊച്ചു ആ 1.5 മണിക്കൂർ അതിൻ്റെ സന്തോഷം അതാണ്. അതെ, അതിലേക്ക് പോകും. പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടുമോ? ഇല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം എവിടെയാണ്? മൊബൈലാണ് അല്ലേ. 90% സ്റ്റുഡൻസിനെ കണ്ടു കഴിഞ്ഞാൽ പാരൻസിൻ്റെ ഒറ്റ പ്രശ്നം ഇതേ ഉള്ളൂ, മൊബൈലാണ്. ആ മൊബൈൽ പിടിച്ചു വാങ്ങുമ്പോൾ എന്തായിരിക്കും? ദേഷ്യം, വഴക്ക്, ദേഷ്യം, വലിച്ചേറ്, അത് ഇത് തല്ലിപ്പൊട്ടിക്കുക, ഇതെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രശ്നക്കാരാരാണ്? പാരൻസ് ആണ്. അപ്പോൾ എവിടെയാണ് ശരിക്കും കറക്റ്റ് ചെയ്യേണ്ടത്? പാരൻസ് ആണ്. അപ്പോൾ അവരെ പിടിച്ച് നമ്മൾ അതിൽ നിന്ന് മാറ്റി കഴിയുമ്പം അവർ പിന്നെ അവർക്ക് സന്തോഷം കിട്ടുന്ന. ഇപ്പം നമ്മളൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു, എനിക്ക് നല്ല സന്തോഷം ഉള്ളൊരു പാട്ട് കേൾക്കുന്നു, ഒരാൾ വന്ന് പെട്ടെന്ന് അത് പിടിച്ചുകൊണ്ട് പോകുമ്പം നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു റിഫ്ലെക്സ് ആക്ഷൻ വരും. അതാണ് അവരും കാണിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ പക്ഷേ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും അത് പ്രകടിപ്പിക്കുന്നത്. ചിലർ വയലൻ്റ് ആകും, ചിലർ കരയും. ഓക്കെ ഡോക്ടർ, നമ്മൾ അപ്പോൾ കുട്ടികളെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു പേരൻസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്സ് കുട്ടികൾ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ അല്ലേ. പല കൊച്ചു കുട്ടികൾ മുതൽ തുടങ്ങുന്നതായിട്ട് നമ്മൾ പല വാർത്തകളും കാണാറുണ്ട്. നമ്മുടെ പരിചയത്തിലുള്ളവരെ അങ്ങനെ അറിയുന്നുണ്ട്, കൊച്ചു കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികളെ ഈ ഒരു ഇതിലോട്ട് പോവാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വീട്ടിലിരിക്കുന്ന പേരൻസിന് കുട്ടികൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, അവരുടെ കയ്യിൽ എന്ത് കിട്ടുന്നു, ആരാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്, ഒന്നും അറിയാനൊരു മാർഗ്ഗമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഒരു എക്സാമ്പിള്, എൻ്റെ അവിടെ വന്നൊരു മോന്. അപ്പോൾ പാരൻസ് ഇപ്പം പറഞ്ഞ പോലെ തന്നെ, മാം ഇവൻ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് സംശയമുണ്ട്, ഇവന് ഭയങ്കര ദേഷ്യമാണ്, ഞങ്ങളെ ആരെയും കാണുന്ന ഇഷ്ടമല്ല, അഡ്വൈസ് ഇഷ്ടമല്ല, ഭക്ഷണം കഴിക്കുന്നത് കുറയുന്നു, പിന്നെ ഏത് നേരം മുറിക്കാതിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ മോനോട് ചോദിച്ചു, എന്താണ് പ്രശ്നം? എനിക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ്, ഞാൻ അണ്ടർഗോ ചെയ്യുന്ന അവർക്ക് ഇത്ര സ്ട്രെസ്സേ ഉള്ളൂ, പക്ഷെ ഞാൻ അണ്ടർഗോ ചെയ്യുന്ന സ്ട്രെസ്സ് ഇതിലും കൂടുതലാണ്. അപ്പം ഞാൻ ചോദിച്ചു വരുന്നപ്പം നേരത്തെ ഈ കണ്ടിന്യൂഷനാണ്. പാരൻസിന് സമയമില്ല. ഇമോഷണലി ഇവർക്കുള്ള ഇവരുടെ ടീനേജിൽ ഉണ്ടാവുന്ന ചേഞ്ചസും
ഇതിനെക്കുറിച്ചിട്ടുള്ള എല്ലാ അവയർനെസ് പാരൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അവരുടെ കൂടെ പിള്ളേർ തെറ്റ് ചെയ്യും. പാരൻസ് അത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം. പിള്ളേർ തെറ്റ് ചെയ്യും. ഈ പാരൻസും തെറ്റ് ചെയ്തിട്ടല്ലേ മേളിലോട്ട് വന്നത്. അപ്പോൾ പിള്ളേർ തെറ്റ് ചെയ്യുമ്പോൾ ശാസിച്ച് അടിച്ച് അവരെ അമർത്തുന്നതിന് പകരം ശരി ഒരു തെറ്റ് വന്നുപോയി, പെട്ടുപോയി, നമ്മൾ എങ്ങനെ അവനെ അതിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷിക്കാം. സോ ആ കുട്ടിക്ക് അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? എനിക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എൻ്റെ പാരൻസ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ് വരും. അപ്പം അതേ കണക്ക് അവരെ വഴക്ക് പറഞ്ഞ് അടിയും കൊടുത്ത് പണിഷ് ചെയ്യുമ്പം അവരെന്ത് ചെയ്യും? പാരൻസിൽ നിന്നകന്ന് ഫ്രണ്ട്സ് ഗാങ്ങിലോട്ട് പോകും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സുലഭമായിട്ട് ഡ്രഗ്സ് കിട്ടുന്നുണ്ട്. കൊച്ചു കുട്ടികൾ സ്കൂൾ വരെ തൊട്ട് തുറക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ ചെന്ന് ഇവൻ്റെ ഒറ്റപ്പെടലുകൾ ആരോടാ പറയുന്നത്? കൂട്ടുകാരോട്. എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു, അച്ഛൻ എന്നെ അടിച്ചു, ആ പണിഷ് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, എന്നെ ഇറക്കി വിട്ടു. അതിനെന്നാ കുഴപ്പമില്ല, നിൻ്റെ വിഷമമൊക്കെ മാറണമെങ്കിൽ നീ ഈ ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ വിഷമം മാറും. അപ്പോൾ ഈ കുട്ടിക്ക് ശരിയും തെറ്റും അറിഞ്ഞുകൂടാതെ അതിനെ സഹായിക്കാൻ ആരുമില്ലാതെ വരുന്ന ഒരു അവസരത്തിൽ ആ കുട്ടി എന്ത് ചെയ്യും? ആദ്യം പോയി ഇവ കൊടുക്കുന്നതല്ലേ, ആദ്യം ഒരെണ്ണം മേടിച്ച് അല്ലെങ്കിൽ ഒരു പഫ് എടുക്കും. പിന്നെ അവൻ നോക്കുമ്പോൾ ഈ പഫ് എടുത്ത് കഴിയുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഒന്ന് ഉറങ്ങാൻ പറ്റുന്നു, നാളെ ഇത് ചെയ്യും. അങ്ങനെ കുട്ടികൾ ഇതിലേക്ക് ചെന്ന് അങ്ങ് വീഴുകയാണ്. പിന്നീട് ഇന്നിപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സാണ്, MDMA. അതിന് നമ്മൾ കുഞ്ഞുങ്ങളോട് പറയണം, ഇതാണ് സമൂഹം, നിങ്ങൾ ജീവിക്കുന്ന സമൂഹം ഇതാണ്, ഇതിൻ്റെ അകത്ത് ഇന്ന കാര്യങ്ങളുണ്ട്, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. നമ്മളെപ്പോഴും ഒരു ടൈം ഒരു നല്ലൊരു സമയം കുഞ്ഞുങ്ങൾക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് മതി, ഒത്തിരി ഒന്നും വേണ്ട. ഒരു 10 മിനിറ്റ് ഒരു ഫ്രൂട്ട്ഫുൾ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതിപ്പം കുട്ടികൾ മാത്രമല്ല, കപ്പിൾസ് തമ്മിലാണെങ്കിലും പാരൻസും കുട്ടികളും തമ്മിൽ എല്ലാത്തിനും ഒരു നല്ലൊരു ടൈം ഒരു ദിവസം അവർക്ക് കിട്ടുവാണെങ്കിൽ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഒരു തെറ്റ് വന്നു, ശരി കുഴപ്പമില്ല, ഇങ്ങനെ വന്നെങ്കിൽ അത് എന്താണ് അതിന് സൊല്യൂഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പം ഇതിലേക്ക് വീഴുന്നത് കുറയും. പക്ഷെ ഇന്ന് നമ്മുടെ പാരൻസ് പിള്ളേരെ ഇവരെല്ലാം ഡ്രഗ്സ് യൂസ് ചെയ്യും എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടെ കണ്ടു കഴിഞ്ഞാൽ, ഇപ്പം മഞ്ഞപ്പിത്തം പിടിച്ചതിന് നോക്കുന്ന എല്ലാം മഞ്ഞിച്ചിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആ കോൺസെപ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം അല്ലാത്ത കുഞ്ഞുങ്ങളുമുണ്ട്, വീഴാത്ത കുട്ടികളുണ്ട്. വീഴാത്ത കുട്ടികൾ എന്തുകൊണ്ടായിരിക്കാം? അവർക്ക് വീട്ടിൽ നിന്ന് അവർക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ആ സപ്പോർട്ട് സിസ്റ്റവും ഗൈഡൻസും കറക്റ്റായിട്ട് നമ്മളൊരു അതോറിറ്റേറ്റീവ് പാരൻ്റ് ആവാതെ, നേരത്തെ പറഞ്ഞല്ലോ, ഒരു ജെൻറൽ പാരൻ്റ് ആകുക, അവരുടെ ഒരു ടീനേജ് ആകുമ്പോൾ അവരുടെ ഒരു ഫ്രണ്ട് പോലെ ആകുക, അവർക്കെല്ലാം തുറന്ന് പറയാനും ഷെയർ ചെയ്യാനും ഒരാൾ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ പറയും. അപ്പോൾ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇന്ന് അതിന് സമയം ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പിന്നെ വേറൊരു കാര്യം, ഇന്ന് ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്തു മുടിയൊക്കെ വെള്ളത്തി അടിച്ച് പൊളിച്ച് ബൈക്കിൽ പോയി ലൈനൊക്കെ അടിക്കുക, അതെന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് നമ്മുടെ ടീനേജ് പിള്ളേർക്കുണ്ട്. അപ്പോൾ അത് മറ്റൊരുത്തൻ ചെയ്യുന്നു, അതുപോലെ അനുകരിച്ചു കഴിഞ്ഞാൽ ഞാനും എന്നെയും മറ്റുള്ളവർ അംഗീകരിക്കത്തുള്ളൂ എന്നുള്ള ഒരു ചിന്ത കുട്ടികളിലുണ്ട്. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളിൽ കൗൺസിലിംഗ് കൊടുത്ത് അവരെ മാറ്റണം. നമ്മൾ ഒരാളെ ചെയ്യുന്നത് പോലെ നമ്മൾ അതേപോലെ പകർത്തുകയല്ലല്ലോ വേണ്ടത്. എല്ലാവർക്കും അവരുടേതായ ഒരു വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വത്തിലേക്ക് അതിനനുസരിച്ച് വളരാൻ പഠിക്കണം, അല്ലേ? അപ്പോൾ വേറെ ഒരാൾക്ക് ബെൻസ് കാറുണ്ട്, ഇവനോ സ്വിഫ്റ്റ് കാറുണ്ട് എന്നും അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്വിഫ്റ്റ് പോകുന്നവന് എന്തെങ്കിലും സന്തോഷിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മളുള്ളത് വെച്ച് സന്തോഷിക്കാനായിട്ടും മറ്റുള്ളവർ കുട്ടികളെ ഇമിറ്റേറ്റ് ചെയ്യാൻ പോവാതിരിക്കുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറേ ഉണ്ടല്ലോ, കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മീഡിയ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഫോൺ കൊടുക്കുമ്പോഴേ പറയണം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇങ്ങനെ ഉണ്ട് ലോകം. നമുക്ക് ഇതിൽ നല്ലതെടുക്കാം, ചീത്തയെടുക്കാം. നല്ലതെടുത്താൽ നമ്മുടെ ലൈഫ് നല്ലതായിട്ട് പോകും. തെറ്റായ മാർഗത്തിൽ പോയാൽ അതിൻ്റെ കോൺസിക്വൻസ് ഇന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇനി ഇത് ചെയ്യല്ലേ എന്ന് ഞാൻ ഒരു കുട്ടികളോടും പറയില്ല. ചെയ്താൽ ഇതിൻ്റെ കോൺസിക്വൻസ് ഇതൊക്കെയാണ്. MDMA യൂസ് ചെയ്ത് വർഷം കഴിയുമ്പോൾ ഓർഗൻസ് ഓരോന്ന് ഇത് ചെയ്യും. കാരണം അങ്ങനത്തെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പറ്റാതെ കുറേ കഴിയുമ്പം നോസ്ട്രൽ ബ്ലീഡിങ് വന്ന് പിന്നെ ജോയ് എന്നുള്ള ബ്ലീഡിങ് വന്ന് ഒത്തിരി സഫർ ചെയ്യുന്ന പെൺകുട്ടികൾ തന്നെയുണ്ട്. മനസ്സിലായല്ലേ? അപ്പം കുറച്ച് കഴിയുമ്പോഴാണ് അവരുടെ പോയ തെറ്റുകൾ അവർ മനസ്സിലാക്കുന്നതും എല്ലാം. ആ ഒരു 18 to 23 ഒക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്കൊരു ബോധം വരുന്നത്. അതെ. അപ്പം ആ സമയത്ത് നമ്മൾ ഏത് നേരം നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് പാരൻസ് അതല്ലേ പറയുള്ളൂ. നീ കാരണം എനിക്ക് സ്വസ്ഥതയില്ല, ഉറങ്ങാൻ പറ്റൂല, അത് പറ്റൂല. ശരി, ഒരു തെറ്റ് പറ്റി അല്ലെങ്കിൽ അവളത് യൂസ് ചെയ്തു, മക്കളെ പോട്ട് നമുക്ക് ഇതിന് എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന പാരൻസിനെ നമ്മളും അതുപോലെ സപ്പോർട്ട് ചെയ്ത് അവരെ അതിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഇതിനൊക്കെ ഇറങ്ങാൻ പറ്റും നമ്മൾ ഓവർ അഡിക്ഷനിലേക്ക് പോവാതിരുന്നു കഴിഞ്ഞാൽ. അതെ, മനസ്സിലായില്ലേ? ഏർലി സ്റ്റേജസിൽ എല്ലാം നമുക്ക് കൗൺസിലിംഗ് കൊണ്ടും അല്ലാത്ത രീതിയിലൊക്കെ നമുക്ക് CBT കൊണ്ടൊക്കെ മാറ്റിയെടുത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കൊച്ചുകുട്ടികളുടെ കേസിൽ നമ്മൾ കൂടുതലും കൊച്ചുകുട്ടികളിൽ മാത്രമല്ല വലിയ ആൾക്കാരിലും ഒക്കെ കേൾക്കുന്നതാണ് ADHD എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാളിലും ഇപ്പോൾ കൂടുതലും കുറേ കുട്ടികൾ ADHD ഉള്ള കുട്ടികളെ കുറേ പേരെ കാണുന്നുണ്ട്. വീട്ടുകാരും പറയാറുണ്ട് അവന് ADHD ആണ് എന്ന്. അപ്പോൾ ഇത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത് ഏത് പ്രായത്തിലാണ് ശരിക്കും ആ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്? ഈ ADHD എന്ന് പറയുമ്പം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. അതെ, അത് ഒന്ന് ജനറ്റിക് ആയിട്ട് വരും. ചില പാരൻസിൽ തന്നെ ഇതുണ്ടെങ്കിൽ കുട്ടികളിലും അത് വരും. അപ്പം ഇത് നമ്മൾ ഇപ്പം നേരത്തെ ഒരു കുട്ടിയുടെ അമ്മ ഇപ്പം വിളിച്ചപ്പം പറഞ്ഞു, നമുക്കൊരു 2ാം ക്ലാസ്സൊക്കെ പഠിക്കാൻ പിടിച്ചിരുത്തുമ്പം ഇവരിലെ പഠിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് അപ്പം നമുക്കത് മനസ്സിലാക്കാം. 10 മിനിറ്റ് കൂടുതൽ ആ കുട്ടിക്ക് ഇരിക്കാൻ പറ്റും. 10 അല്ല, ചിലർക്ക് 5 മിനിറ്റ് കൂടുതൽ പോലും ഇരിക്കാൻ പറ്റില്ല. അതെ. അപ്പം മനസ്സിലാക്കേണ്ട എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മളെല്ലാം ഒരു കുസൃതി എന്നുള്ള രീതിയിൽ ഇത് ചെയ്യാതെ നമ്മളത് കുറേ വീക്ഷിക്കുക. അത് വീട്ടിലാണേലും സ്കൂളിലാണെങ്കിലും എങ്ങനെയാണ് ഈ കുട്ടി ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കി നമുക്ക് അവർക്ക് ആ രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്താണ് നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അത് ഏർലി സ്റ്റേജസ് കണ്ട് എത്തിയാൽ അത്രയും ഏറ്റവും കൂടുതൽ നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ വരുന്നതെന്ന് പറഞ്ഞാൽ കുസൃതിയാണെന്നുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ 8-9 ക്ലാസ്സിലൊക്കെ ആകുമ്പം എന്നാ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഹൈസ്കൂൾ മേളിലോട്ട് കയറുമ്പം എല്ലാം റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ചിലപ്പോൾ ഇവർക്കിതൊന്നും ആ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ഞാൻ കണ്ടൊരു കുട്ടി എക്സാം അത് 4 പഠിക്കുന്നതാണ്. നമുക്ക് ആ ഒരു ഇതിലോട്ട് വരാം. ഒരു കോൾ ഉണ്ട്. നമസ്കാരം. ഹലോ. നമസ്കാരം. കേരള കണക്കിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് പിള്ള എന്നാണ്. എന്താണ്? പിള്ള. ഓക്കെ, പിള്ള ഡോക്ടറിനോട് സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. എന്റെ മകന് വേണ്ടിയായിരുന്നു ഡോക്ടർ. മകനിപ്പോ 16 വയസ്സായി. ഞങ്ങൾ ആക്ച്വലി എബ്രോഡ് ആയിരുന്നു. ഇവിടെ ആയിരുന്നു നേരത്തെ മോൻ പഠിച്ചത്. അവിടെ തന്നെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങില് KG തൊട്ടൊരു 3ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ നാട്ടിൽ വന്നു കൊറോണ സമയത്തൊക്കെ ആയപ്പോഴത്തേന്. അപ്പൊ അതുവരെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കൊറോണ സമയത്ത് എനിക്ക് വേറൊരു സ്ഥലത്തോട്ട് പോകേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ ഫാമിലിയെ നാട്ടിലാക്കി. അപ്പൊ ഇപ്പൊ ആൾക്ക് 16 വയസ്സുണ്ട്. നാട്ടിലായപ്പോ വൈഫ് ട്രിവാൻഡ്രത്ത് ഒരു കമ്പനി വർക്ക് ചെയ്യായിരുന്നു. ഞാൻ അങ്ങ് ദുബൈയിലായിരുന്നു. അപ്പൊ മകന് നിന്ന് പഠിച്ചത് ഗ്രാൻഡ് പേരൻസിന്റെ കൂടെ ആയിരുന്നു. അങ്ങനെ അവിടം തൊട്ട് കൊല്ലത്താണ് സ്ഥലം. അപ്പൊ അവിടം തൊട്ട് പുള്ളിക്കാരന് എലോൺ പുള്ളിക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ ആയിപ്പോയി. രാത്രിയിൽ ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുക, കൂട്ടുകാരുടെ കൂടെ പോവുക, അങ്ങനെ രാത്രി ഉത്സവ സ്ഥലങ്ങളിലൊക്കെ പോവുക. പിന്നെ ആൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ദേഷ്യം നേരത്തെ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം ഇവിടെ കുറച്ച് ഇതായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഞാന് നാട്ടിൽ നിന്ന് ഗൾഫിൽ നിന്ന് ഇവിടെ വന്നു മകനെ വേറൊരു സ്കൂളിലാക്കി, ഒരു ബോർഡിംഗ് സ്കൂളിലാക്കി.
അത് ഒരു 9th സ്റ്റാൻഡേർഡിലായിരുന്നു, അതായത് കഴിഞ്ഞ എൻ്റെ മുമ്പത്തെ വർഷം. ബോർഡിംഗ് സ്കൂളിലാക്കി. പക്ഷെ അവിടെയും ആളങ്ങോട്ട് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ പിടിക്കുന്നില്ല, ഇതാന്ന് പറഞ്ഞിട്ട് ഇവന്റെ ബാഗിൽ നിന്ന് സ്കൂളിൽ ഒരു സാധനം പിടിച്ചു. ഈ കൂളം എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് നമ്മളെ അത് ബാഗിൽ നിന്ന് പിടിച്ചു. അങ്ങനെ ആ സ്കൂളിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വീണ്ടും ആളിന് പഴയ സ്ഥലത്തോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നു അത് ആക്ച്വലി. വീണ്ടും പഴയ സ്ഥലത്തോട്ട് ഇവിടെ കുറച്ച് ഗ്യാങ് ഉണ്ട് നേരത്തെ നിന്ന സ്ഥലത്ത്. അപ്പൊ പിന്നീട് ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പഠിച്ചപ്പോഴത്തേനും ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നിട്ട് ഇവരെ രണ്ടുപേരെ ഞാൻ അങ്ങ് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു സ്കൂളിൽ ചേർത്തു, ദുബൈയിൽ ഒരു സ്കൂളിൽ ചേർത്തു. 9th 10th അവിടെ ചേർത്തു. അപ്പോഴത്തേന് വീണ്ടും അവിടെ ചെന്നിട്ടും ഈ പറഞ്ഞ പോലെ കുറച്ച് കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയി. സ്കൂളില് 1-2 പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീണ്ടും അവിടുന്ന് പിന്നെ അവിടെ നമ്മൾ റെക്കമെൻഡേഷന്റെ പുറത്തൊക്കെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. പിന്നെ അവര് 10th ഒക്കെ ആയപ്പോഴത്തേന് സംഭവം അവര് മാനേജ് ചെയ്തിട്ട് പരീക്ഷ എഴുതിപ്പിച്ചു. അപ്പൊ ഇൻ ബിറ്റ്വീൻ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട്ടില് മദറുമായിട്ട് പ്രശ്നം, ഞാനുമായിട്ട് പ്രശ്നം, ഇതുകൊണ്ട് ഫോൺ എടുത്ത് പൊട്ടിക്കുക, അങ്ങനത്തെ ഒരു ആംഗ്രിയാണ്. പിന്നെ പുറത്തോട്ട് ഇറങ്ങി പോവുക. റീസെന്റ് അവന് ഒന്ന് ഇറങ്ങിപ്പോയി. ഒരു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ആള് നല്ലപോലെ പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ്. റീസെന്റ് ഒരു 2 ആഴ്ചക്ക് ഒരു മാസം ഈ കഴിഞ്ഞ ഫെബ്രുവരിയില് ദുബായിൽ നിന്ന് ഒന്ന് അബ്സ്കോണ്ടിങ് ആയി. അവിടെ ഞങ്ങൾ പത്രത്തിൽ പരസ്യമൊക്കെ കൊടുത്തു. അങ്ങനെ സ്കൂളിന്റെ ഭയങ്കര അവർക്കൊരു ഇമേജിന് ബുദ്ധിമുട്ടായി. അങ്ങനെ ആള് വന്നു. പിന്നെ തിരിച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നു. അതായത് ഓൾമോസ്റ്റ് 24 hours കഴിഞ്ഞിട്ട് തിരിച്ച് അമ്മയെ വിളിച്ചു, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. പിന്നെ ഞങ്ങൾ പോലീസിലൊക്കെ കംപ്ലൈന്റ് ചെയ്യൊക്കെ ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റിസൾട്ട് വന്നു. 10th റിസൾട്ട് വന്നപ്പോൾ ജസ്റ്റ് 60% മാർക്കുണ്ട്. പഠിക്കാൻ നല്ല അതൊന്നും പഠിക്കാതെ കിട്ടി. ആൾ പുസ്തകം പഠിക്കുന്ന കാര്യം പല ട്യൂഷനും ഒക്കെ നമ്മളാക്കി. പക്ഷെ ആൾക്ക് ഒന്നിനും ഒരു കോൺസെൻട്രേഷൻ ഇല്ല, ഒന്നുമില്ല. എപ്പോഴും ആളുടെ അത് പുറത്തോട്ട് പോകണം. പുറത്ത് പോയി കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് ഇങ്ങനെ കറങ്ങി കളിക്കണം. ഇപ്പൊ റീസെന്റ് ഒരു മാസത്തിന് മുമ്പ് ഒരു 4-5 ദിവസം വീട്ടിൽ നിന്ന് ഔട്ട് ഈ പോലീസ് കംപ്ലൈന്റിന് ശേഷം 4-5 ദിവസം വീട്ടിൽ നിന്ന് പുറത്തായിരുന്നു. നമുക്കറിയത്തില്ല ഇവിടെ ഡേ ആൻഡ് നൈറ്റും ഇല്ല ഡേയും ഇല്ല. ആള് ഫുൾ. എനിക്കൊത്ത ഒരു മോനേ ഉള്ളൂ. ഇപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടിലിപ്പോ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ടും പുള്ളി ഇങ്ങനെ കറക്കമാണ്. വീട്ടിൽ ഒരു മിനിറ്റ് കോൺസെൻട്രേറ്റ് ഇരിക്കത്തില്ല, ഒരു മിനിറ്റ്. വീട്ടില് ഇപ്പം പറഞ്ഞു, ഇപ്പം ഇതിലെ തുടക്കം തന്നെ സംഭവം എന്താണ്? നിങ്ങൾക്ക് മോൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവാണ്. അച്ഛന് അച്ഛൻ്റെതായ ജോലി, അമ്മയ്ക്ക് അമ്മയുടേതായ ജോലി, ശരിയല്ലേ? അപ്പം കുഞ്ഞ് എവിടെ നമ്മൾ വിട്ടു? കുഞ്ഞിനെ ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ആണ് അവൻ കാണുന്നത്. എനിക്ക് ഒരു പ്രയോറിറ്റി ഇല്ലാതെ എന്നെ അമ്മൂമ്മയുടെ കയ്യിൽ ഇത് ചെയ്തു. കുറേ കഴിഞ്ഞപ്പം അവൻ്റെ ലൈഫിൽ സന്തോഷം കണ്ടെത്തിയത് എങ്ങനെയാണ്? ഫ്രണ്ട്സിലേക്കാണ്. അവിടെ തെറ്റ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെ, ഞാൻ എപ്പോഴും പറയും, ഗ്രാൻഡ് പാരൻസിന് ഒരു ലിമിറ്റുണ്ട് അവരുടെ കുട്ടികളുടെ പുറകെ നിൽക്കാൻ. പേരൻസിൻ്റെ കൂടെ നിന്ന് വളർന്ന് ആ രീതിയിൽ വളരുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അതുപോലെ നല്ല ബോർഡിംഗ് സ്കൂളിലായിരിക്കണം. മനസ്സിലായില്ലേ? കാരണം ഈ ഗ്രാൻഡ് പാരൻസിന് അറിയില്ല ഈ കുട്ടി എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് പോകുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യം എവിടെയാണോ അവിടേക്ക് അവർ പോയി, അതിലവർ സന്തോഷം കണ്ടെത്തി. അപ്പോൾ അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കൂളും ഇതുപോലെയുള്ള ഹാൻഡ്സും ഉള്ള സാധനങ്ങൾ കുട്ടികൾ വെച്ച് തുടങ്ങുമ്പോൾ അതിനൊരു ആദ്യം ഒരു സന്തോഷം കിട്ടും. പിന്നെ അവർ അതിലേക്ക് അഡിക്ഷനിലേക്കായി കഴിയുമ്പം ഇന്ന സമയമാകുമ്പോൾ അവർക്കത് കിട്ടിയാലേ പറ്റുള്ളൂ. അപ്പം പിന്നെ അവരെന്ത് ചെയ്യും? വീട്ടിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുക, അതിന് പൈസ മേടിക്കുക. അതുണ്ടാവും. കാരണം ഞാൻ റീസെൻ്റ് ആയിട്ട് കണ്ട ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് 40,000 രൂപയാണ് അടിച്ചു മാറ്റിയത്, 40,000 rupees. അപ്പോൾ അത് എന്തുകൊണ്ടാണ്? അവരുടെ പാരൻസ് ദൂരെയാണ്, ഗ്രാൻഡ് പാരൻസിൻ്റെ കയ്യിൽ നിന്നാണ് പലപ്പോഴായിട്ട് പൈസ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കുഞ്ഞിനെ വഴക്ക് പറയുന്നത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു അച്ഛൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനെ വിളിച്ചിരുത്തിയിട്ട് എന്താണ് അവൻ്റെ പെയിൻ, അവൻ്റെ വിഷമം നമ്മൾ കേൾക്കാനും അവൻ്റെ കൂടെ ഇരിക്കാനും അവനൊരു സപ്പോർട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറി വരും. അതിന് കുഞ്ഞും മകനും നിങ്ങൾ പാരൻസും കൂടെ കൗൺസിലിങ്ങിന് പോയി അതിലെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഈ കുട്ടി വീട്ടിൽ ഇരിക്കാത്തത്? ഇപ്പോൾ ഒരു വീട്ടിൽ
എന്നും അടിയും ബഹളമുള്ള ഒരു വീട്ടിൽ അല്ലെങ്കിൽ വഴക്ക് ഉണ്ടാക്കുന്ന ഒരു വീട്ടിൽ ആർക്കെങ്കിലും ഇരിക്കാൻ സമയം കിട്ടുമോ? അത് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. അത് തന്നെയാണ് ആ കുട്ടിയും കാണിക്കുന്നത്. വീട്ടിൽ നിൽക്കുമ്പം നീ പഠിച്ചില്ല, പഠിക്കാത്തതുകൊണ്ട് മാർക്ക് കുറഞ്ഞു, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്. ഇത് രാവിലോട്ട് കേൾക്കുമ്പോഴത്തേക്ക് എന്തു ചെയ്യും? കുട്ടികൾ ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം അടച്ചിട്ട് പകല് സമയം മൊത്തം കിടന്നുറക്കും. ഞാൻ റീസെൻ്റായിട്ട് കണ്ട ഒരു കുട്ടിയാണ് പകല് ഫുൾ കിടന്നുറങ്ങും. കാരണം പകല് ഫുൾ ഉറങ്ങി കഴിയുമ്പോഴത്തേക്ക് പാരൻസ് പകലല്ലേ ഉണർന്നിരിക്കുള്ളൂ. അവരുറങ്ങുന്ന സമയം അവ എഴുന്നേറ്റിരിക്കും. ആ സമയം പോയി ഫുഡ് കഴിക്കും. കംപ്ലീറ്റ് തിരിച്ച് റിവേഴ്സിലേക്ക് പോയി. അപ്പം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അപ്പം നമ്മൾ കറക്റ്റായിട്ടുള്ളത് പാരൻസും കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്കും കൂടെ ഉള്ള ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് ചെയ്ത് ആ മോനിലെ പ്രയാസം മനസ്സിലാക്കി നമുക്ക് അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്പർ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ട്രിവാൻഡ്രം ആണ്. അവൈലബിലിറ്റി എല്ലാ ദിവസവും ഉണ്ടോ മാഡം? ഉണ്ട്. അപ്പോൾ ഇവിടെ ചാനലിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്പർ കിട്ടും. നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ചാനലിൽ. ശരി. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ നമ്മുടെ ADHD പറ്റിയായിരുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറയാൻ പോയി, ഒരു നാലാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ എന്തോ കാര്യം പറയാൻ പോയപ്പോഴാണ് നമ്മൾ ഇൻറ്ററപ്റ്റ് ചെയ്ത് ഈ കോളിലോട്ട് കയറിയത്. അത് കാരണം ആ കുട്ടിക്ക് ആ പാരൻസിനെ അറിഞ്ഞുകൂടാ ഈ കുട്ടിക്ക് ADHD ഉണ്ടെന്നുള്ളത് അറിയത്തില്ല. അപ്പം അങ്ങനെ വരുമ്പം അമ്മ ഇരുന്ന് പഠിപ്പിച്ച് വിടുന്നു. പരീക്ഷയ്ക്ക് ഈ കുഞ്ഞു ക്ലാസ്സിൽ പെട്ടെന്ന് അവർക്ക് ഈ 1 വേർഡ് ആൻസേഴ്സും ഫില്ലപ്സും അതൊക്കെ അവർക്ക് പറ്റും. ഈ ഇച്ചിരി 2 മാർക്ക് 3 മാർക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കാനും പറ്റത്തില്ല, എഴുതാനും പറ്റില്ല. അപ്പോൾ മാർക്ക് കൊണ്ടൊന്ന് ഞാൻ ചോദിച്ചു, മക്കളെ ഇതെന്ത് ഇത്രയും കുറഞ്ഞത്? അപ്പോൾ അമ്മ പറഞ്ഞു, അവന് ഒരു സൈഡേ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു സൈഡ് അവൻ നോക്കിയുള്ളൂ. ക്വസ്റ്റ്യൻ പേപ്പർ ഈ ബാക്കിലും ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിരുന്നു. അതിനു മുമ്പേ പേപ്പർ കൊടുത്തിട്ട് ആളങ്ങ് പോയി കഴിഞ്ഞു. അപ്പം ഇരിക്കാൻ വയ്യ. അവൻ ഹൈപ്പറാണ്. അവന് അത്രയും ആ ഒരു സൈഡ് തന്നെ ആൻസർ ചെയ്തത് ഭയങ്കര വലിയ സംഭവമാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞ മോൻ ഇപ്പുറത്തെ സൈഡും കൂടെ ആൻസർ ചെയ്തോട്ട് ആൻസറെല്ലാം എഴുതിക്കൊണ്ട് വരും. പക്ഷേ ഈ 3-4 മാർക്കിൻ്റെ ഒന്നും ഞങ്ങൾക്ക് പറ്റൂല. അത്ര നേരം ഇരുന്ന് എഴുതാനും പറ്റത്തില്ല, അത്രയും ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞ എത്രയും ഷോർട്ടാക്കി ആൻസേഴ്സ് പ്രിസൈസ് ചെയ്ത് കൊടുത്ത് ആ രീതിയിൽ പഠിപ്പിച്ചിട്ട് ഈ CBSE ഒക്കെ ആണെങ്കിൽ ടു ദ പോയിന്റ് മതി. അങ്ങനെ പോയിന്റ്സ് എങ്കിലും എഴുതി കഴിഞ്ഞാൽ അത്രയും മാർക്ക് കിട്ടും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കി പാരൻസ് മനസ്സിലാക്കി ആ മോന് ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ അയൽവക്കത്തെ കുട്ടിക്ക് 50 45 കിട്ടി, ഇവന് 20 ആയിരിക്കും കിട്ടിയത്, ചിലപ്പോൾ 25 ആയിരിക്കും കിട്ടിയത്. നമ്മളത് സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മൾ ഈ കമ്പാരിസൺ വരുമ്പം കുട്ടികൾക്ക് കുറേ കൂടെ ഭയങ്കര സ്ട്രെസ്സ് വരും. ഈ സ്ട്രെസ്സൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ പിള്ളേർ ഇതുപോലെയുള്ള ഡ്രഗ്സിലേക്കും അതും ഇതും പറയുന്നത്. അപ്പം ഞങ്ങളുടെ ടെൻഷൻ ആര് മനസ്സിലാക്കും? ചോദിക്കുമ്പോൾ പിള്ളേർ ചോദിക്കുന്നതാണ്, ഞങ്ങൾ അണ്ടർഗോ ചെയ്യുന്ന സ്ട്രെസ് എത്രയാണെന്ന് അറിയാമോ മാമിനെന്ന് ചോദിക്കും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ടീച്ചേഴ്സും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇവൻ്റെ എന്തോ ഒരു പ്രയാസമുണ്ട്, പാരൻസിനടുത്ത് ഇത് ചെയ്യണം. അപ്പോൾ പാരൻസിന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് അത് നമ്മൾ അവരോട് പറയുന്ന രീതി പോലെ ഇരിക്കും. നിങ്ങളുടെ കൊച്ചിന് എന്തോ ഒരു പ്രശ്നമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അതിനെ കൺസിഡർ ചെയ്യുന്ന എന്താണ്, ആ കുട്ടിക്ക് എന്തോ മാനസിക പ്രശ്നമാണെന്ന്. ഇതൊന്നും ഒരു മാനസിക പ്രശ്നം ഒന്നുമല്ല. മനസ്സിലാക്കുക. പഠിക്കാനായിട്ടുള്ള ഇപ്പോൾ കണ്ണ് നമുക്ക് കാണാം, കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുമ്പോൾ നമ്മൾ കണ്ണാടി വെക്കുന്നു ഇല്ലേ, കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട്. അപ്പോൾ ADHD ഉള്ള കുട്ടികൾക്ക് നമ്മൾ കൗൺസിലിങ്ങും ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ അവരെ നമ്മൾ പറയുന്ന രീതിയിൽ പറഞ്ഞ് കുഞ്ഞിൻ്റെ പ്രയാസങ്ങൾ പാരൻസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏർലി സ്റ്റേജിലാണെങ്കിൽ നമുക്കതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ തീർച്ചയായിട്ടും ശരിക്കും ഈ ADHD ഇപ്പോൾ ഏർലി സ്റ്റേജ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് 7 വയസ്സിന് മുന്നേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ നമുക്കൊരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആകുമ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ LKG UKG എന്നൊക്കെ പിന്നെ കുഞ്ഞുങ്ങളാണ്, അറിയില്ല. ഒരു 6 എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടി ക്ലാസ്സിൽ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രായമായി കഴിഞ്ഞു. അതെ. അപ്പോൾ ആ പ്രായത്തിൽ ആ കുട്ടിക്ക് അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ
ദർ ഇസ് സം പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ദിവസമല്ല കുറേ ദിവസം നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പാരൻസിനെ ഇൻഫോം ചെയ്യുക. അല്ലെങ്കിൽ ഈ സ്കൂളുകളിൽ തന്നെ കൗൺസിലേഴ്സ് ഉണ്ട്, അങ്ങനെ അവരുടെ ഹെൽപ്പും കൂടെ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറി വരും. ശരിക്കും അതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഈ ആങ്കർ മാനേജ്മെന്റ് എന്നുള്ളത്. കൊച്ചു കുട്ടികളിൽ നമുക്ക് ശരിക്കും ഈ അവരുടെ ഈ ദേഷ്യം ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ മാർഗങ്ങളുണ്ടോ? കുഞ്ഞിലെ നമുക്കത് ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം അപ്പന് ഭയങ്കര ദേഷ്യമാണ്, അപ്പൻ അമ്മയോട് ബിഹേവ് ചെയ്യുന്നത് കുട്ടി കാണുന്നുണ്ട്, ഉണ്ടല്ലോ, ഉണ്ട്. അപ്പം ഈ അപ്പൻ ബിഹേവ് ചെയ്യുമ്പോൾ അമ്മ മിണ്ടാതെ അവിടെ ഇരിക്കുന്നു. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ നേടും. അതെ, അച്ഛന് എന്തോ ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം നേടാൻ അമ്മയടുത്ത് അത്രയും ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ ആ കാര്യം സാധിച്ചു. അവനും ഇത് വാച്ചാണ്, മനസ്സിലായല്ലേ? അപ്പം അവൻ നോക്കുമ്പം ഇത് കൊള്ളാലോ, ഞാനും ഇതുപോലെ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടക്കും. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 6 വയസ്സുള്ളൊരു കുട്ടി, അവൻ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അച്ഛൻ മറ്റേത് മറിച്ചത് പൊട്ടി പറിച്ച് വേണ്ടാത്ത ബാഡ് ലാംഗ്വേജസ് അങ്ങ് യൂസ് ചെയ്യും. അപ്പോൾ വന്നപ്പോഴെന്നോട് പറഞ്ഞു, അവിടെ ഇപ്പം ഇങ്ങനത്തെ ഒക്കെ ലാംഗ്വേജൊക്കെ യൂസ് ചെയ്യും. ഞാൻ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ ഞാൻ വെച്ചാൽ എന്താണ്, അവന് ചോദിക്കുന്ന കാര്യങ്ങൾ കിട്ടണം. അവന് അപ്പം മൊബൈൽ വേണമെങ്കിൽ അപ്പം മൊബൈൽ വേണം. അപ്പം എവിടെയെങ്കിലും പുറത്തു പോകുമ്പം അവന് മൊബൈൽ കിട്ടണമെങ്കിൽ 10 പേരുടെ മുമ്പിൽ അച്ഛനെ ഒന്ന് നാണം കിടത്തിയാൽ കിട്ടും. ഇതവൻ പഠിച്ചു. ഇതവൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ അപ്പൻ്റെ പാരൻസിൻ്റെ അവിടെ കൊച്ചച്ഛനും ഒക്കെ താമസിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം പോണതിന് മുമ്പ് അവരുടെ വീട്ടിൽ വിളിച്ചു പറ, എൻ്റെ മകൻ വരുമ്പോൾ ഇതുപോലെ കുറച്ച് ലാംഗ്വേജസ് ഒക്കെ പറയുന്നുള്ളത്, അത് നിങ്ങളാരും അതിൽ ഇൻ്റർഫിയർ ചെയ്യലെന്ന്. പാരൻ്റ് അവിടെ ചെന്നു, ഇവൻ യൂഷ്വൽ ട്രോമ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മകനേ അല്ല, നിങ്ങൾ ഇവനെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇരുന്നോളാൻ പറഞ്ഞു. മൊബൈലും കൊടുക്കില്ല. ആ രീതിയിൽ ഇത് ചെയ്തു. അവിടെ കിടന്ന് കുറേ ബഹളം ഉണ്ടാക്കി. അവൻ എന്ത് ബഹളം ഉണ്ടാക്കിയാലും നിങ്ങൾ അതിനെ റെസ്പോണ്ട് ചെയ്യല്ലെന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് അവനവിടെ മിണ്ടാതിരുന്നു. അവരിറങ്ങിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോന്നു. സിറ്റിയിലെങ്ങാണ്ട് പോയി സാധനം മേടിക്കാൻ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എന്തോ ഒരു സാധനം വേണം. അപ്പം പറഞ്ഞു, ഇപ്പോൾ അത് പഠിക്കാൻ പറ്റില്ല. അവിടെ കിടന്ന് ഭയങ്കര ബഹളം. അപ്പം ബാക്കിയുള്ള ആൾക്കാരൊക്കെ നോക്കുമ്പോൾ അച്ഛനെ നാണക്കേടില്ല. അപ്പോൾ അവിടെ നിന്ന് വിളിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യ്, വണ്ടി എവിടെയാണെന്ന് ചോദിച്ചു. കുറച്ച് ദൂരെയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങ് ഇറങ്ങി വണ്ടിയിലോട്ട് പൊക്കോളാൻ പറഞ്ഞു, ഇടയ്ക്ക് നോക്കിയാൽ മതി. അപ്പം ഇവൻ അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, അച്ഛനെങ്ങാനും വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, തിരിഞ്ഞു പോലും നോക്കിയേക്കല്ലേ, നിങ്ങളുടെ മകനേ അല്ലേ, നിങ്ങൾക്ക് അറിയത്തുമില്ലേ ഇവനെ. അവൻ ആ രീതിയിൽ നടന്നു പോയി. കുറച്ച് പാരൻസ് നടന്നു പോയി. കുറേ കഴിഞ്ഞപ്പം നോക്കിയപ്പം ഇവർ ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും നടക്കുന്നില്ല. പയ്യെ ആശാനും പോയി ചെന്ന് വണ്ടി കയറി. പിന്നെ ഞാൻ പറഞ്ഞു, അവൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് സാറ്. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ സെയിം സാധനം അവൻ ചോദിച്ചത് മേടിച്ചു കൊണ്ട് കൊടുക്കണം. അപ്പോൾ അതിൽ നിന്ന് അവന് മനസ്സിലാക്കണം, ഒരു കാര്യം നേടണമെങ്കിൽ ഇതല്ല കാണിക്കേണ്ട ബിഹേവിയർ. മനസ്സിലായോ? അപ്പം നേരായ രീതിയിൽ ചോദിക്കുകയും ആ സമയത്ത് പാരൻസിന് ഫിനാൻഷ്യലി അവർ വെൽ ഓഫ് ആണോ അത് മേടിക്കാൻ എന്നുള്ളത് കുട്ടി മനസ്സിലാക്കുകയും, അത് മനസ്സിലാക്കി കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അച്ഛന് പൈസ കിട്ടുമ്പോൾ അത് വാങ്ങിത്തരും. ആ പയ്യൻ ഇപ്പം ഭയങ്കര ഡീസൻ്റ്, ഒരു കുഴപ്പവും ഇല്ല, അവന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞു, നീ ഈ രീതിയിൽ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ളത് കിട്ടും എന്നുള്ളത് പറയുമ്പോൾ അതേ രീതിയിൽ അത് അവൻ ബിഹേവ് ചെയ്യുന്നു. അപ്പം ആങ്കർ മാനേജ്മെൻറ്റ് നമ്മൾ ഈ കുട്ടികളെ ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് അവരുടെ പ്രായത്തിന് ആവശ്യമുള്ള വേണോ വേണ്ടോ എന്നുള്ളതല്ല, എന്നാലും അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യാം. 10 ജയിച്ചപ്പം ഒരു അച്ഛന് പാരൻസ് തമ്മിൽ തന്നെ ഒരു ഫ്രിക്ഷനുണ്ട്. അച്ഛൻ്റെ സൈഡിലേക്ക് മകൻ എത്താൻ വേണ്ടിയിട്ട് 10 കഴിഞ്ഞ ഉടനെ 85,000 ഐഫോൺ മേടിച്ചു കൊടുത്തത്.
ഞാൻ ആദ്യം അത് പിടിച്ചെങ്കിൽ മേടിച്ചു. ഞാൻ പറഞ്ഞു 10 ജയിച്ചൊരു കുട്ടിക്ക് ഐഫോണിൻ്റെ ആവശ്യം ഇല്ല. അപ്പം അമ്മ അതിനെ ചൊല്ലി വഴക്കാണ്. അപ്പം നമ്മൾ ഒരു കുട്ടിയുടെ ഏജിന് പറ്റിയ കാര്യങ്ങൾ മാത്രം കൊടുക്കുക. അത് കുട്ടിയിലെ ആ രീതിയിൽ ശീലിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവണം. പിന്നെ വേറൊരു കാര്യം, ഞാൻ എൻ്റെ ഒരു പ്രശ്നവും ഒരു പ്രയാസങ്ങളും പിള്ളേരെ അറിയിക്കാതെ വളർത്തി. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരുപാട് പാരൻസ് പറയും. ഞാൻ പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. അറിയിച്ച് തന്നെ വളർത്താം. കഷ്ടപ്പാടുകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ഫിനാൻഷ്യൽ ഇതെല്ലാം മനസ്സിലാക്കി അവരെ അപ്ബ്രിങ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചോദിക്കണം, എപ്പം ചോദിക്കണം എന്നുള്ളത് മനസ്സിലാകുകയും ഈ ആങ്കറിൻ്റെ പ്രശ്നം വരത്തുമില്ല. അപ്പം നമ്മൾ ആ വളർത്തുന്ന രീതി അനുസരിച്ച് ഇരിക്കണം. ഓക്കെ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചൊക്കെ നിങ്ങളുടെ ഒരു സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഈ പറയുന്ന പോലെ കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തന്നെ ഇതുപോലെ നല്ല രീതിയിൽ കൗൺസിൽ ചെയ്ത് മാറ്റാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അത് നേരത്തെ തന്നെ ഐഡന്റിഫൈ ചെയ്യുക, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്തതിൽ. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഗസ്റ്റുമായിട്ട് ഇതുപോലെ ഒരുപാട് ഇൻസൈറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ നന്ദി, നമസ്കാരം.